ഗസയിൽ ഭക്ഷണത്തിന് മുകളിലേക്ക് ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നു. അത് മാത്രമല്ല ഈ നോമ്പൊക്കെ പിടിച്ച് ഒപ്പം തന്നെ അല്ലെങ്കിൽ തന്നെ അവർ പട്ടിണിയിലാണ്. അപ്പോൾ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു. തീർച്ചയായിട്ടും സ്മിത, ഈ ഗസയിലെ ഭക്ഷണത്തിന് മേൽ ബോംബ് വീഴുന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് കേരളത്തിൽ ഭക്ഷ്യമന്ത്രിയുടെ പത്രസമ്മേളനം വന്നത്. ഒക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു ചാൻ വയറിന് വേണ്ടി എന്ന് പറയുന്ന പോലെ ആ ഭക്ഷണം കിട്ടാതെ ഭക്ഷണം ക്യൂ നിൽക്കുന്നവരുടെ മേൽ ബോംബ് വീഴുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആ ഭക്ഷണ കേന്ദ്രങ്ങളിലാണ് ഇസ്രായേൽ കഴിഞ്ഞ മണിക്കൂറുകളിൽ ബോംബിംഗ് നടത്തിയത്. അവിടെ 70 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത വരുന്നു. പല സ്ഥലങ്ങളിലായിട്ട് 70 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അത് മധ്യ ഗസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലുണ്ട്, അതുപോലെ തന്നെ തെക്കൻ ഗസയിലുണ്ട്, വടക്കൻ ഗസയുടെ ചില ഭാഗങ്ങളിലുണ്ട്. എല്ലാം ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിന്നിരുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ക്രൂരത കാണിക്കുന്നതെന്ന് അറിയില്ല. ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവർ ആക്രമിക്കാൻ പോകുന്നവരാണോ? അവർ പട്ടിണി കിടക്കുകയാണ്. ഒരു നേരത്തേത് നോമ്പുകാലം അതിനെയൊക്കെ അതിലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടക്കുന്നത്. അതിനിടയിൽ ഇസ്രായേൽ ഒരു തന്ത്രം കൂടി പയറ്റുന്നുണ്ട്. 15 ലക്ഷം പേരാണ് ഇപ്പോൾ റഫയില് തമ്പടിച്ചിരിക്കുന്നത്. 2.5 ലക്ഷം പേർക്കേ ആ നഗരത്തിൽ തങ്ങാനാവുള്ളൂ. എല്ലാ ഭാഗത്തു നിന്നും ഓടിച്ച് അവർ വന്ന് ഈജിപ്ഷ്യൻ അതിർത്തിയായ ഗസയുടെ വാതായനമായിട്ട് നിൽക്കുന്ന റഫയിൽ കേന്ദ്രീകരിച്ചിരിക്കണം. അവരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നു. കാരണം അവിടെ ആക്രമണം നടത്താൻ പോവുകയാണ്. റമദാൻ മാസത്തിൽ റഫയിലേക്ക് കൂടി ആക്രമണം നീളാൻ പോകുന്നു. അതുകൊണ്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക്, മധ്യ ഗസയിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും മാറാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിൽ ഇസ്രായേലിന് വലിയ പ്രശ്നങ്ങളുണ്ടായിരിക്കുന്നു. ഇസ്രായേലിൽ ഇപ്പോഴും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജിവെക്കണം, ബന്ദികളെ വിട്ടയപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭം നടക്കുകയാണ്. അതിനിടയിൽ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവ് ഷൂമർ രംഗത്ത് വന്നിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം. ഇസ്രായേലിൽ അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുന്നു. അവിടുത്തെ ജനങ്ങൾ പോലും ഈ യുദ്ധത്തിനെതിരാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ കൂടി വരുന്നു. എന്തായാലും ഇതെല്ലാം കൂടി വല്ലാത്ത അവസ്ഥയാണ്. അതിനിടയിലാണ് ഒരുപക്ഷെ വീണ്ടും സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത. 10,000-ലേറെ ക്യാൻസർ രോഗികളുണ്ട് ഗസയിൽ. അവർക്ക് ചികിത്സ കിട്ടുന്നില്ല. അവിടുത്തെ ആശുപത്രികളൊക്കെ പൂട്ടി. അടുത്ത രാജ്യമായിട്ടുള്ള ഈജിപ്തിലേക്കും തുർക്കിയിലേക്കും അവരെ കൊണ്ടുപോകാൻ തയ്യാറാണ്. 1000 പേരെ എടുക്കാമെന്ന് തുർക്കി പറഞ്ഞു. UAE 1000 പേരെ ചികിത്സിക്കാമെന്ന് പറഞ്ഞു. പക്ഷെ അവരൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എന്ന് മാത്രമല്ല, $350 കൊടുത്താൽ ഈജിപ്തിലേക്ക് കടക്കാമായിരുന്നു. ഇപ്പം $5000 ഹാല എന്നൊരു ഏജൻസി ഈടാക്കുന്നത്. അവർ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഇതാണ് അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് വല്ലാത്ത അവസ്ഥയിലേക്ക് ഗസയെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു. സ്മിത, ക്രിസ്റ്റീന. ശരി ജെയിംസ്, അതുപോലെ തന്നെ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും ആരായിരിക്കും വിജയി എന്നതിനെ കുറിച്ച് എല്ലാവർക്കും ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടാവും. എന്നാൽ അത്തരം ആകാംക്ഷയൊന്നുമില്ലാതെ വിജയി ആരായിരിക്കുമെന്ന് നല്ല ഉറപ്പുള്ള ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പോൾ റഷ്യയിൽ നടക്കുന്നത്. മാത്രവുമല്ല, രാജ്യാന്തര നിയമങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് റഷ്യയുടേതല്ലാത്ത ടെറിട്ടറികളിലും വോട്ടിംഗ് നടത്തുന്നുണ്ട്. എന്തായാലും പുടിൻ തിരിച്ചെത്തും എന്ന ഉറപ്പുള്ള തെരഞ്ഞെടുപ്പ്, ഏക പ്രതിപക്ഷ ശബ്ദം നവൽനിയെ ഇല്ലാതാക്കിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പ് എന്ന നിലയിലൊക്കെ ഇതിന് പ്രാധാന്യമുണ്ടല്ലോ. ക്രിസ്റ്റീന, ഈ റഷ്യയിലെ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ റഷ്യയിലെ ജനാധിപത്യം എന്നേക്കുമായി അവസാനിക്കുന്ന തരത്തിലേക്ക് പോവുകയാണോ എന്ന് ലോകം ആശങ്കപ്പെടുന്ന അവസ്ഥയിലാണ്. കാരണം കഴിഞ്ഞ 24 വർഷമായി അധികാരത്തിലുണ്ട് വ്ളാഡിമിർ പുടിൻ. 2000-ൽ അധികാരമേറ്റതാണ്. ബോറിസ് യെൽസിൻ്റെ അനുയായി എന്ന രീതിയിൽ കയറി വന്ന് KGBയുടെ മുൻ തലവനായ വളരെ തന്ത്രശാലിയായിട്ടുള്ള പുടിൻ 24 വർഷമായി ഇരുമ്പ് കോട്ട പോലെ അദ്ദേഹത്തിൻ്റെ ഇതിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രതിഷേധങ്ങളെയൊക്കെ അടിച്ചൊതുക്കി പ്രതിപക്ഷ നേതാവായിരുന്ന, ഏറ്റവും ജനകീയനായിരുന്ന അലക്സി നവൽനിയെ ജയിലിലിട്ട് കൊലപ്പെടുത്തി എന്ന ആരോപണത്തിന് നടുവിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മറ്റു പ്രതിപക്ഷ നേതാക്കളൊക്കെ ജയിലിലാണ്. ആകെയുള്ളത് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് നിക്കോളായാണ്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്ന 4 സ്ഥാനാർത്ഥികൾ ആരെങ്കിലും അറിയുന്ന ആൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഴയ സ്വാധീനമില്ല, എന്നാലും നിക്കോളായി മത്സരിക്കുന്നുണ്ട്. അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നതിൻ്റെ സൂചനയ്ക്കുള്ള പോസ്റ്ററുകൾ പതിക്കുന്നുണ്ട്. പക്ഷേ നിക്കോളായിക്ക് ജയിക്കാൻ കഴിയില്ല. കാരണം പുടിൻ അത്രമാത്രം, ഇനി അഥവാ പുടിനെതിരെ വോട്ടുകൾ വീണാൽ അത് തന്ത്രമാക്കി മാറ്റാനുള്ള കഴിവുകൾ അദ്ദേഹത്തിനുണ്ട്. റഷ്യയുടെ അധിനിവേശ പ്രദേശമായ യുക്രൈനിലെ ഡോണസ്കിലും ലുഹാൻസ്കിലൊക്കെ അവിടെ ബാലറ്റുമായിട്ട് ഇറങ്ങുന്നത് സേനയാണ്, പുടിന് വോട്ട് ചെയ്യാൻ നിർബന്ധിച്ചുകൊണ്ട്. ആ തരത്തിൽ പോളിംഗ് ശതമാനം കൂട്ടുകയൊക്കെ ചെയ്യാനുള്ള സംവിധാനമാണ്. ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നു. 17-ാം തീയതി വരെ തെരഞ്ഞെടുപ്പുണ്ട്, 3 ദിവസം. 18-ാം തീയതിയോ അല്ലെങ്കിൽ 17-ാം തീയതി രാത്രിയോ ഫലം പ്രഖ്യാപിക്കും. പുടിൻ തന്നെയായിരിക്കും പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. 5ാമത്തെ തവണയാണ് പുടിൻ തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. 2 തവണ അവിടെ മത്സരിക്കാൻ കഴിയുള്ളൂ. ഒരിക്കൽ പ്രധാനമന്ത്രിയായി സ്ഥാനം മാറിയിരുന്ന അദ്ദേഹം അതിലംഘിച്ചു. പിന്നീട് നിയമം തന്നെ മാറ്റി എഴുതി. 2036 വരെ അദ്ദേഹത്തിന് അധികാരത്തിൽ എത്താൻ പറ്റുന്ന രീതിയിൽ റഷ്യയുടെ ഭരണഘടന തന്നെ മാറ്റി എഴുതി.
സമ്പൂർണ്ണ ഏകാധിപതിയായിട്ട് മാറിയിരിക്കുന്നു പുടിൻ. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിന് വലിയ ജനാധിപത്യപരമായി വലിയ പ്രസക്തിയൊന്നുമില്ല. പുടിനെ വാഴിക്കാൻ വേണ്ടിയുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ കൂടുതൽ ഇതിനൊരു പ്രസക്തിയുമില്ല. ക്രിസ്റ്റീന സ്മിത. ശരി. താങ്ക് യു ജെയിംസ് സർ. കൂടുതൽ വാർത്തകളുണ്ട്, പക്ഷേ നമ്മളുടെ സമയപരിധി മൂലം നമ്മൾ മറ്റൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കുന്നു. താങ്ക് യു.